ഹലോ, ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ, ഡേ കെയർ ഹോസ്പിറ്റൽ, പാലക്കാട്. ഇന്ന് പറയുന്നത് ESRനെ കുറിച്ചാണ്. നമുക്കറിയാം ESR എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ രക്തത്തിൽ രണ്ട് ഭാഗമുണ്ട്. അതിൻ്റെ ലിക്വിഡ് പാർട്ട്, അതായത് വെള്ളം ഒരു ഭാഗം, പിന്നെ അതിൻ്റെ കട്ടിയുള്ള ഭാഗം, അതായത് രക്തത്തിലെ കോശങ്ങൾ, ബ്ലഡ് സെൽസ്. അപ്പോൾ ഈ രക്തത്തിലെ നമ്മളെ ഒരു ട്യൂബിൽ ബ്ലഡ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം എത്ര വേഗതയിലാണ് അടിയിലേക്ക് അടിഞ്ഞു കൂടുന്നത് എന്നതിനെയാണ് നമ്മൾ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് ESR എന്ന് പറയുന്നത്. ചില കണ്ടീഷനിൽ അത് വളരെ വേഗതയിൽ അടിഞ്ഞുകൂടും, ചിലപ്പോൾ അത് മെല്ലെ അടിഞ്ഞുകൂടുള്ളൂ. അപ്പം വേഗത്തിൽ അടിഞ്ഞുകൂടുമ്പം ESR ഭയങ്കര ഹൈ ആയിരിക്കും, ഉയർന്ന നിലയിലുള്ള ESR ആയിരിക്കും കിട്ടുക. സാധാരണ ചില പ്രായത്തിനനുസരിച്ച് ഇത് വ്യത്യാസം വരാറുണ്ട്. 20 മുതൽ 30 വരെയൊക്കെയാണ് നോർമലായിട്ട് ESR വരിക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ESR കൂടുന്ന രോഗങ്ങളാണ്. ESR കൂടുന്നത് പ്രധാനമായിട്ട് ഒന്ന് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ. ഇപ്പം ചെറിയ അണുബാധ മുതൽ വലിയ അണുബാധ വരെ. ഇപ്പം ന്യൂമോണിയ എന്ന് പറയുന്നത് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അണുബാധയാണ്. എന്നാൽ നമുക്കൊരു TB അത് കുറേ ദിവസം ചിലപ്പോൾ നീണ്ടു നിൽക്കും. ഇതിൽ കൂടുതലായിട്ട് ESR നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കൂടുതൽ നീണ്ടു നിൽക്കുന്ന അണുബാധയിലാണ്. അപ്പോൾ ഒന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ESR കൂടും. രണ്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം വാദങ്ങൾ, ആമവാദമൊക്കെ ശരീരത്തിൻ്റെ ജോയിൻറ്റുകളിൽ മുറിഞ്ഞാലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു ചോപ്പ്, ഒരു തടിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ ശരീരം മുറിയാതെ അതുപോലെ നീർക്കെട്ട് വരുന്നതിനെയാണ് വാദം എന്ന് പറയുക. മുറിയൊന്നും ഉണ്ടാവാതെ തന്നെ ശരീരം തന്നെ താനെ മുറി ഉണ്ടാകുന്നത് പോലെയുള്ള വീക്കങ്ങളും ചോപ്പും തടിപ്പും അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് നീർക്കെട്ട് എന്ന് പറയുക. ഈ നീർക്കെട്ടിൽ ESR കൂടും. ചില ക്യാൻസറുകളിലും അതുപോലെ മൾട്ടിപ്പിൾ മൈലോമ എന്നൊക്കെ പറയും, അതിലും ഈ ESR കൂടും. അങ്ങനെ ഒരുപാട് അസുഖങ്ങളിൽ ESR കൂടുന്നുണ്ട്, അതാണ് പറഞ്ഞു വരുന്നത്. ഇനി അസുഖമൊന്നുമില്ലാതെ ഗർഭിണികളിൽ ESR കൂടാ, രക്തക്കുറവുള്ള ആളുകളിൽ ESR കൂടാ, അങ്ങനെ ഈ ഒരുപാട് അസുഖങ്ങളിൽ ESR കൂടുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ESR എന്ന് പറയുന്ന ഒരു അസുഖമല്ല. അത് ഡോക്ടർമാർക്ക് ഏതെങ്കിലും ഒരു അസുഖത്തെ, ഇപ്പോൾ ഒരാൾ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ചുമ, വൈകുന്നേരം പനി എന്നൊക്കെ പറഞ്ഞു വരികയാണ്. ഡോക്ടർക്ക് അയാളെ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നത് അയാൾക്ക് TB ആവാനുള്ള, ട്യൂബർക്കുലോസിസ് ആവാനുള്ള ലക്ഷണമുണ്ട്. അപ്പോൾ ആ പേഷ്യൻ്റ് ESR ആണെങ്കിൽ ഡോക്ടർ അനുമാനിക്കും അയാൾക്ക് ആ TB എന്ന ലക്ഷണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയിട്ടാണ് അവിടെ നമ്മൾ ESR ഉപയോഗിക്കുക. ഇനി മറ്റൊരു രോഗി, അയാൾക്ക് നല്ല ശരീരവേദന, മാറി വരുന്ന ശരീരവേദനയുണ്ട്, അത് രാവിലെയാണ് വേദന, ഒരു ആമവാദത്തിൻ്റെ ലക്ഷണമെന്ന് കരുതുക. അപ്പോൾ ആ പേഷ്യൻറ്റിനാണ് ESR കൂടുതലെങ്കിൽ ഡോക്ടർ മനസ്സിലാക്കും അയാൾക്ക് ആമവാദമാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ രോഗത്തിൻ്റെ ലക്ഷണങ്ങളനുസരിച്ച് ഡോക്ടർക്ക് സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടെസ്റ്റാണ് ESR. അത് അത്ര സ്പെസിഫിക് അല്ല. ഇപ്പോൾ ESR കൂടി എന്ന് കരുതി അയാൾക്ക് 100% വലിയൊരു അസുഖം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അത്ര സ്പെസിഫിക് അല്ല എന്നർത്ഥം. അതുകൊണ്ട് സാധാരണ ആളുകൾ ചിലപ്പോൾ ചില പരസ്യങ്ങളിലൊക്കെ കാണാം ESR കുറയാനുള്ള മരുന്ന്. ESR ഒരു അസുഖമല്ല, അപ്പോൾ അത് കുറയാനുള്ള ഒരു മരുന്നുമില്ല. അത് എന്ത് അസുഖമാണ് എന്നത് നോക്കി ആ അസുഖം ചികിത്സിച്ച് അസുഖം കുറയുന്ന സമയത്ത് ESR കുറയും. പിന്നെ ESR നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഇപ്പോൾ ഒരു TBക്ക് നമ്മൾ മരുന്ന് കൊടുത്തു, ESR കൂടുതലായിരുന്നു, TB ആയിരുന്നു. ആ പേഷ്യൻറ്റിന് ആ അസുഖത്തിൻ്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി നമുക്ക് ESR നോക്കാം. അപ്പോൾ ESR അസുഖം കുറയുമ്പോൾ ESR കുറഞ്ഞു വരും. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു വാതരോഗമാണ്, വാതരോഗം കുറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ESR ഉപയോഗിക്കുക. കാരണം ഈ രോഗങ്ങളിൽ ESR കൂടാനുള്ള കാരണം, നമുക്കറിയാം ഈ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ രക്തത്തിലേക്ക് വരുന്ന ചില വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കൾ ഒരു ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ ഉണ്ടാക്കും. ഈ ഫൈബ്രിനോജൻ രക്തത്തിലെ സെല്ലുകളെയൊക്കെ ഒട്ടിപ്പിടിപ്പിക്കും. അപ്പോൾ അത് കനം കൂടിയിട്ട് അത് പെട്ടെന്ന് അടിയിലോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ അസുഖം കുറയുമ്പം ഈ അസുഖം ഉണ്ടാക്കുന്ന കുറേ വസ്തുക്കളുണ്ട്, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എന്നൊക്കെ പറയും, അതൊക്കെ രക്തത്തിൽ കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ESRും കുറയും. അപ്പോൾ നമുക്ക് ഒരു അസുഖം ഭേദമാകുന്നുണ്ടോ അല്ലെങ്കിൽ മരുന്ന് ഫലിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ESR ഉപയോഗിക്കാവുന്നതാണ്.